ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും H4 ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. അതായത് സ്വന്തമായി ഭൂമിയുള്ള എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും ഈ വീഡിയോ കണ്ടിരിക്കണം. ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധാപൂർവ്വം മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക. സംസ്ഥാനത്ത് ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് പണ്ട് നടന്നിരുന്നത് പോലെയുള്ള സർവേ അല്ലാതെ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെ റീസർവേ നടത്തുകയും രേഖകൾ ഓൺലൈനായി ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് റീസർവേ, അതായത് ഡിജിറ്റൽ സർവേ എന്ന രീതിയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങനെ റീസർവേ ചെയ്യുവാനായി ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ നമ്മൾ നമ്മളുടെ വസ്തുവിൻ്റെ അതിര് തെളിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുകയും വേണം. ഇക്കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാൽ കൂടി ഒരിക്കൽ കൂടി അറിയിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഭൂവുടമകൾക്കെല്ലാം വമ്പൻ പിഴയൊടുക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 37 വർഷം മുൻപ് വരെ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തിയവർക്കും പിഴ ഈടാക്കുന്നതായിരിക്കും. അതായത് ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ച ശേഷമുള്ള 37 വർഷത്തിനിടെ വില കുറച്ചുള്ള ആധാരം രജിസ്ട്രേഷനുകളിലൂടെ സർക്കാരിന് നഷ്ടമായത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം 790.7 കോടി രൂപയാണ്. 2,58,854 പേരാണ് 1986-2023 കാലയളവിൽ ഭൂമിയുടെ വില കുറച്ച് ആധാരം ചെയ്തത്. ഭീമമായ നഷ്ടം പിരിച്ചെടുക്കുവാൻ രജിസ്ട്രേഷൻ വകുപ്പ് നടപടി ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ ക്രമക്കേട് വ്യക്തമായതിനാൽ ഇവർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. കാസർഗോഡാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയത്. 52,150 ആധാരങ്ങൾ ഉണ്ട്. തിരുവനന്തപുരത്ത് 51,075 തൃശ്ശൂരിൽ 33,452 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഏറ്റവും കുറവ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. 3,999 പേരാണ്. നോട്ടീസ് ലഭിച്ചവർ തുകയടച്ച് നടപടി ഒഴിവാക്കി വരികയാണ്. 2010 സർക്കാർ ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചത്. ഇതിനു മുൻപ് നടന്ന രജിസ്ട്രേഷനുകളിലാണ് വെട്ടിപ്പുകളേറെയും നടന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ വിൽക്കുവാനോ പണയപ്പെടുത്തുവാനോ ശ്രമിക്കുമ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് നടപടിയുടെ വിവരം റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നതിനാൽ പണമടയ്ക്കാൻ ഉടമ നിർബന്ധിതനാകും. എന്നാൽ ആധാരത്തിൽ കാണിച്ചിട്ടുള്ള വിലയേക്കാൾ കുറവാണെന്ന കാരണത്താൽ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സാധിക്കുന്നതുമില്ല. അണ്ടർ വാല്യുവേഷൻ നടപടി നേരിടുന്ന ഭൂമിക്ക് നേരത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ 30% ഇളവ് സർക്കാർ നൽകിയിരുന്നെങ്കിലും കഴിഞ്ഞ ബജറ്റിൽ അത് നിർത്തലാക്കി. നടപടിയിലൂടെ എറണാകുളത്ത് നിന്ന് വർഷം 1 കോടിയിലേറെ രൂപയാണ് ഖജനാവിൽ എത്തുന്നത്. ഇനി ഓരോ ജില്ല അടിസ്ഥാനത്തിൽ തുക തിരിച്ചുപിടിക്കുന്നതിൻ്റെ കണക്കാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് 167.6 കോടി, കൊല്ലം 10.3, പത്തനംതിട്ട 14.8, ആലപ്പുഴ 14.3, കോട്ടയം 9.8, ഇടുക്കി 27.1 കോടി, എറണാകുളം 148.4 കോടി, തൃശ്ശൂർ 106.4 കോടി, പാലക്കാട് 41.9 കോടി, മലപ്പുറം 108.4 കോടി, കോഴിക്കോട് 50 കോടി, വയനാട് 20.2 കോടി, കണ്ണൂർ 57 കോടി, കാസർഗോഡ് 13.8 കോടി. അപ്പോൾ ഇതുവരെ സർക്കാരിൻ്റെ നോട്ടീസ് കിട്ടിയ ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ തുക അടച്ച് നടപടികളിൽ നിന്നും രക്ഷ നേടേണ്ടതാണ്. ഇനി ആരെങ്കിലും അഥവാ കുറവ് കാട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ സർക്കാരിന് മുന്നിൽ അത് ഹാജരാക്കുകയും അതിനുള്ള ചെറിയ ഫൈൻ ഈടാക്കി നിങ്ങൾക്ക് നടപടികളിൽ നിന്നും രക്ഷ നേടാവുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.